പൗരാവകാശങ്ങളും മൗലികാവകാശങ്ങളും റദ്ദാക്കി സ്വതന്ത്ര ഇന്ത്യ സ്വേച്ഛാധിപത്യത്തിന്റെ കീഴിൽ അമർന്നതിന്റെ 50-ാം വാർഷികം ഇന്ന് കടന്നുപോയി. അടിയന്തരാവസ്ഥയ്ക്കെതിരെ പോരാടിയ വിവിധ സംഘടനകളും പാർട്ടികളും അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. അടിയന്തരാവസ്ഥ തടവുകാരും ഇരകളുടെ കുടുംബങ്ങളും ഒത്തുകൂടി. വ്യത്യസ്ത പ്രത്യയശാസ്ത്രങ്ങൾ ഒന്നിച്ച് പോരാടി കോൺഗ്രസിനെ തോൽപ്പിച്ചുവെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. രാജ്യത്ത് 11 വർഷമായി അടിയന്തരാവസ്ഥ തുടരുകയാണെന്ന് കോൺഗ്രസ് തിരിച്ചടിച്ചു. എതിർത്തവരും ചെറുത്തവരും എടുത്ത തീരുമാനം തെറ്റായെന്ന് പറഞ്ഞവരും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയെ ഇരുട്ടിലാക്കിയ ആ കാലത്തെ ആരും അങ്ങനെ ന്യായീകരിക്കുന്നത് ഇന്നോളം കണ്ടിട്ടില്ലായിരുന്നു. ഇന്ന് അതും നമ്മൾ കണ്ടു. അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികത്തിൽ കോൺഗ്രസിന് നേരെ വിരൽ ചൂണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസ് എങ്ങനെയെല്ലാം ഭരണഘടനയെ ഇല്ലാതാക്കിയെന്ന് അടിയന്തരാവസ്ഥ കാലത്ത് കണ്ടു. അടിയന്തരാവസ്ഥയ്ക്കെതിരായ പോരാട്ടത്തിൽ ഉറച്ചുനിന്ന എല്ലാവർക്കും നരേന്ദ്രമോദിയുടെ അഭിവാദ്യവും ഉണ്ടായിരുന്നു. അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട ഓർമ്മകൾ എല്ലാവരും പങ്കുവയ്ക്കണമെന്നും പ്രധാനമന്ത്രി ഇന്ന് പറഞ്ഞു. 1975 മുതൽ 1977 വരെയുള്ള ലജ്ജാകരമായ ആ കാലത്തെപ്പറ്റി യുവാക്കൾക്ക് അവബോധമുണ്ടാക്കണം. അടിയന്തരാവസ്ഥ കാലത്തെ മോദിയുടെ അനുഭവങ്ങൾ എമർജൻസി ഡയറീസ് എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. അതേസമയം മോദിക്കെതിരെ കോൺഗ്രസ് തിരിച്ചടിച്ചു. 11 വർഷമായി ഇന്ത്യ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ നേരിടുകയാണെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞു. ഇപ്പോൾ നേരിടുന്നതിന് മുമ്പ് ഇന്ത്യ നേരിട്ട അവസ്ഥയുടെ 5 ഇരട്ടി ദുരിതമാണ് ഇത് എന്നും അദ്ദേഹം പറഞ്ഞു. അനിയന്ത്രിതമായ സർക്കാർ അടിച്ചമർത്തലും ഉത്തരവാദിത്തപ്പെട്ടവരുടെ വിദ്വേഷ പ്രചാരണവും നടക്കുന്നു. പ്രതിഷേധിക്കുന്ന കർഷകരെ സർക്കാർ ഖലിസ്ഥാനികൾ എന്ന് മുദ്രകുത്തുന്നു. ജാതി സെൻസസ് വേണമെന്നാവശ്യപ്പെടുന്നവരെ സർക്കാർ അർബൻ നക്സലുകളാക്കുന്നു. മഹാത്മാഗാന്ധിയുടെ ഘാതകരെ മഹത്വവൽക്കരിക്കുന്നു. ന്യൂനപക്ഷങ്ങൾ ഭയന്ന് ജീവിക്കുന്നു. ഇന്ദിരാഗാന്ധിക്കെതിരെയോ അടിയന്തരാവസ്ഥയ്ക്കെതിരെയോ RSS ഒന്നും ചെയ്തില്ല എന്നാണ് CPIM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞത്. ചില RSS പ്രവർത്തകർ അറസ്റ്റിലായി എന്നത് ശരിയാണ്. പക്ഷേ RSS സമരം നടത്തിയിട്ടില്ല. നിരോധനം നീക്കിയാൽ 20 പരിപാടി അംഗീകരിക്കുമെന്ന് കത്തെഴുതുകയാണ് സർസംഘചാലക് ചെയ്തത്. RSSന് ജനാധിപത്യത്തിന് വേണ്ടി നിലനിൽക്കാനാകില്ല. അതിൻ്റെ രൂപഘടന തന്നെ സ്വേച്ഛാധിപത്യമാണെന്നും MA ബേബി പറഞ്ഞു. RSS ഭരണത്തിൽ രാജ്യം ഇപ്പോഴും അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയിലാണ്. സർക്കാർ സംവിധാനം മുഴുവൻ അർദ്ധ ഫാസിസ്റ്റ് നയം നടപ്പിലാക്കാൻ ഉപയോഗിക്കുന്നു എന്ന ആരോപണവും MA ബേബി പറഞ്ഞു. ഇതിൽ വിചിത്രമായ ഒരു വിശദീകരണം ഇന്ന് വന്നതാണ് ഏറെ കൗതുകകരമായത്. അടിയന്തരാവസ്ഥയെ വ്യംഗ്യത്തിൽ ന്യായീകരിച്ച് കോൺഗ്രസ് നേതാവ് VT ബൽറാം രംഗത്തെത്തി. അടിയന്തരാവസ്ഥ പ്രഖ്യാപനം RSSും കമ്മ്യൂണിസ്റ്റുകളും എല്ലാ പിന്തിരിപ്പന്മാരും സർക്കാരിനെതിരെ തിരിഞ്ഞപ്പോഴുണ്ടായതാണ്. രാജ്യത്തിൻ്റെ ഭരണഘടന പ്രകാരം ഉചിതമായ സാഹചര്യത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. അടിയന്തരാവസ്ഥ കാലത്ത് രാഷ്ട്രീയ പാർട്ടികളെ നിരോധിച്ചിട്ടില്ല. കോടതികളുടെ പ്രവർത്തനം ആ കാലത്ത് തടഞ്ഞിട്ടില്ല എന്നുമാണ് VT ബൽറാം ഇന്നിപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് വിശദീകരിച്ചത്. ഇനി ഇതിൻ്റെ മറ്റു വിവരങ്ങളുമായി സുജിചന്ദ്രനാണ് ഇന്നിപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. സുജിത്തെ, എനിക്ക് ഏറ്റവും കൗതുകകരമായി തോന്നിയത് ഇന്നിപ്പോൾ ഈ അടിയന്തരാവസ്ഥയുടെ ഈ ഷോ സ്റ്റീലർ എന്നൊക്കെ പറയുന്നത് പോലെ ഈ 50-ാം വാർഷികത്തിൻ്റെ പ്രധാനപ്പെട്ട ചർച്ച നടക്കുന്ന സമയത്ത് അടിയന്തരാവസ്ഥയെ ന്യായീകരിച്ചുകൊണ്ട് ഈ ദിവസം രംഗത്തെത്തി. ഈ ദിവസവും ചർച്ചയാവാൻ എന്തായാലും VT ബൽറാമിന് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. അതിപ്പോൾ സോഷ്യൽ മീഡിയയിലായാലും ഇപ്പോൾ ഇതുപോലെ ചാനലിലൊക്കെ ആയാലും ചർച്ചയാവാൻ ബൽറാമിന് അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു. ആ കരുനീക്കത്തിൽ ബൽറാം വിജയിച്ചിരിക്കുന്നു. പക്ഷേ ഈ അടിയന്തരാവസ്ഥ തെറ്റാണ് എന്ന് രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട്. നടപ്പാക്കിയ അടിയന്തരാവസ്ഥ തെറ്റാണെന്ന് രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞപ്പോൾ പോലും അതിനെ ന്യായീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ് ബൽറാമിന് വന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇന്ന് നടന്ന പരിപാടികളും ഇന്നിപ്പോൾ ബൽറാമിൻ്റെ ഈ പോസ്റ്റുമൊക്കെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ആർഷൻ പറഞ്ഞത് തന്നെയാണ്, ഈ ഗ്രാബ് ദ സ്പോട്ട്ലൈറ്റ് കോൺടെസ്റ്റ് എന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ് സംഭവം. നമ്മളിപ്പോൾ തന്നെ ഈ പരിപാടിയിലും, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട എഡിറ്റോറിയൽ പരിപാടിയിലും നമ്മൾ ഈ സെഗ്മെൻറ്റിൽ എടുത്തു വെക്കുന്ന 3 പേരുകൾ, 1 പ്രധാനമന്ത്രിയും, 2 ജയറാം രമേശും, 3 VT ബൽറാമുമാണ്. ആ ഭാഗത്തേക്ക് അദ്ദേഹത്തിൻ്റെ പേരിനെ കൊണ്ടുവെക്കാനായി. ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം, അതായത് അടിയന്തരാവസ്ഥ നല്ലതാണെന്നുള്ള അഭിപ്രായം കോൺഗ്രസ്സുകാർക്ക് തന്നെ ഇല്ല. ഹർഷനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ 2-3 കൊല്ലം മുമ്പ് ഒരു വാർത്താ സമ്മേളനത്തിനിടയിൽ പരസ്യമായി രാഹുൽ ഗാന്ധി പറഞ്ഞാണ് ഇറ്റ് വാസ് റോങ്, അമ്മൂമ്മ ചെയ്തത് തെറ്റായിപ്പോയി, ഇറ്റ് വാസ് എ റോങ് ഡിസിഷൻ എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അത് വലിയ വാർത്തയായിട്ടുള്ളതാണ്. അതിന് പല വ്യാഖ്യാനങ്ങളും വന്നിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ 2 നേതാക്കളാണ് പ്രധാനമായിട്ടും ഈ അടിയന്തരാവസ്ഥയെ സംബന്ധിച്ച് പ്രതികരിച്ചത്. ഒന്ന് ജയറാം രമേശ് 1, 2, 3 ട്വീറ്റുകൾ അദ്ദേഹം ഇട്ടു. ഈ MA ബേബി പറഞ്ഞതുപോലെ തന്നെ സർസംഘചാലക് അന്നത്തെ അതായത് ഈ ഇന്ദിരാഗാന്ധിയുടെ അയോഗ്യത കൽപ്പിക്കപ്പെട്ട തീരുമാനത്തിനൊരു സ്റ്റേ കൊടുത്ത സമയത്ത് അഭിനന്ദന കത്തൊക്കെ എഴുതി. അത് ജയറാം രമേശ് പറഞ്ഞു. അതേപോലെ RSS ആ സമയത്ത് കൂടെ ഇല്ലായിരുന്നു എന്നൊക്കെ സ്ഥാപിക്കാൻ വേണ്ടി മാത്രം. രണ്ടാമതൊന്ന് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെയാണ്. അതായത് ഏതാണ്ട് ഈ അദ്ദേഹത്തിൻ്റെ ബൽറാം
ബൽറാമിൻ്റെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്ന സമയത്ത് തന്നെ മല്ലികാർജ്ജുൻ ഖർഗെ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ബൽറാം എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ. അദ്ദേഹവും പറയുന്നത് അടിയന്തരാവസ്ഥ നല്ലതായിരുന്നു എന്നല്ല, ആ അടിയന്തരാവസ്ഥയേക്കാൾ മോശമാണ് ഇപ്പോഴത്തെ അവസ്ഥയെന്നാണ്. അതായത് ഞങ്ങൾ ചെയ്തു വെച്ച ആ കഴിഞ്ഞ കാലം നല്ലതായിരുന്നു എന്നല്ല പറയുന്നത്. പക്ഷേ വ്യംഗ്യത്തിൽ ബൽറാം പറഞ്ഞു വെക്കുന്നത്, അതായത് ഉന്നതമായ ജനാധിപത്യ ബോധമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അടിയന്തരാവസ്ഥയെ വിമർശിക്കാം. അവിടെ അദ്ദേഹം ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു ഒഴിവ് ചെയ്തു വെക്കുന്നുണ്ട്. അതായത് കമ്മ്യൂണിസ്റ്റുകൾക്ക് വിമർശിക്കാൻ പറ്റില്ല. അത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളാണോ? അല്ല, ലോകമെങ്ങുമുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണാനുഭവങ്ങൾ നേരിട്ട, അതായത് വലിയ തോതിലുള്ള അടിച്ചമർത്തലോ ആ തരത്തിൽ പ്രത്യയശാസ്ത്രപരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടന തന്നെ ഗവൺമെൻറ്റുകളെ നിയന്ത്രിക്കുന്ന പ്രദേശങ്ങളിലുള്ളവർക്ക് നേരിട്ട തരം അടിച്ചമർത്തലുകളുമായി കമ്പയർ ചെയ്താൽ ഇത് നല്ലതാണെന്ന് മാത്രമല്ല പറയുന്നത്, ഇത് വളരെ മെച്ചപ്പെട്ട ഒരു കാര്യമായിരുന്നോ, ആ സമയത്ത് ഇത് അനിവാര്യമായിരുന്നോ എന്നുള്ള ഒരു രീതിയിലേക്കൊക്കെ പോലും അദ്ദേഹം ഈ കാര്യത്തെ പറഞ്ഞു വെക്കുന്നത് തീർച്ചയായും കൗതുകകരമാണ്. റൈറ്റ് സുജിത്ത്. എന്തായാലും ബൽറാമിൻ്റെ ആ ന്യായീകരിക്കാനുള്ള എന്താണ് ഈ ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ അങ്ങനെയാണ് എന്ന് പറയുന്ന തലം മാറ്റിവെച്ച് ബാക്കി ആ ഓരോ പോയിന്റുകളും പരിശോധിച്ചാൽ പക്ഷേ ബൽറാമിനെ അങ്ങനെ വല്ലാതെ വിമർശിക്കാനൊന്നും തോന്നില്ല. കാരണം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഭരണഘടനയിൽ വകുപ്പുണ്ട്, അടിയന്തരാവസ്ഥയിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പരിമിതി ഉണ്ടായിരുന്നു, അടിയന്തരാവസ്ഥയിൽ മാധ്യമങ്ങൾക്ക് സെൻസർഷിപ്പ് ഉണ്ടായിരുന്നു, അടിയന്തരാവസ്ഥയിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്നിട്ടുണ്ട് എന്നിങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഒരു തരത്തിൽ ബൽറാം അംഗീകരിക്കുന്നു കൂടിയുണ്ട് എന്ന് വേണമെങ്കിൽ പറഞ്ഞു വയ്ക്കേണ്ടി വരും. അടിയന്തരാവസ്ഥയിൽ രാഷ്ട്രീയ പാർട്ടികളെ നിരോധിച്ചിരുന്നില്ല, പക്ഷേ പ്രവർത്തനത്തിന് ഈ കുഴപ്പമുണ്ടായിരുന്നു. അടിയന്തരാവസ്ഥയിൽ മാധ്യമങ്ങൾക്ക് സെൻസർഷിപ്പ് ഉണ്ടായിരുന്നു, അടിയന്തരാവസ്ഥയിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്നിട്ടുണ്ട്. ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിശദീകരണക്കുറിപ്പിൽ ബൽറാം അംഗീകരിക്കുന്നു എന്ന കൗതുകം കൂടിയുണ്ട് എന്ന് നമുക്ക് പറഞ്ഞു വയ്ക്കാം. അടിയന്തരാവസ്ഥയുടെ ചരിത്രത്തിനും ഓർമ്മകൾക്കും കഴിഞ്ഞുപോയ കാലത്തേക്കാളും പ്രാധാന്യം ഇന്നുണ്ട്. നമ്മൾ ഇന്നലെ വിശദമായി അടിയന്തരാവസ്ഥയെക്കുറിച്ച് പരിശോധിച്ചിരുന്നു, അതുകൊണ്ട് ദീർഘമായി പറഞ്ഞു പോകുന്നില്ല. ജനാധിപത്യ വിരുദ്ധതയും വിയോജിപ്പുകളോടുള്ള അസഹിഷ്ണുതയും നമ്മുടെ രാഷ്ട്രീയ കാലത്തിൻ്റെ മുഖമുദ്രകളായി മാറുന്നുണ്ട്. നമ്മൾ മുറിച്ചു കിടന്ന ആ ഇരുണ്ട ചരിത്രത്തിലേക്കുള്ള തിരിച്ചു നടപ്പാണോ ഇതെന്ന ഉത്കണ്ഠ തീർച്ചയായും അടിക്കടി ഗ്രസിക്കുന്ന കാലത്ത് കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അധികാര സ്വരൂപങ്ങളും ആരാധ്യരും ന്യായീകരണ വൃന്ദവും എന്തിനും സർവ്വസജ്ജമാകുന്ന കാലത്ത് RDFന് ഒരൊറ്റ കാര്യമേ ഓർമ്മിപ്പിക്കാനുള്ളൂ: ഓർമ്മകളുണ്ടായിരിക്കണം. ഇന്നലത്തെയും ഇന്നത്തെയും ഒക്കെ ഓർമ്മകളുണ്ടായിരിക്കണം. ഇന്നലെ പറഞ്ഞതുപോലെ ഓർമ്മകളും രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു.